കൊല്ലം കോർപ്പറേഷനിൽ ഘടകകക്ഷികളെ വെട്ടിയൊതുക്കി കോൺഗ്രസ്. RSPക്കും മുസ്ലിം ലീഗിനും ഡെപ്യൂട്ടി മേയർ സ്ഥാനമില്ല. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും. മേയർ സ്ഥാനത്തേക്ക് AK ഹഫീസും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ ഉദയ സുകുമാരനും മത്സരിക്കാൻ ധാരണയായി. ഇന്ന് ചേർന്ന UDF യോഗമാണ് തീരുമാനമെടുത്തത്. RSPക്കും ലീഗിനും പ്രധാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ നൽകും. മനോജ് ചേരുന്നു. മനോജ്, കോൺഗ്രസിൽ തമ്മിലടി അവസാനിക്കുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടതാണ്, കൊച്ചിയിൽ കോർപ്പറേഷൻ മേയർ അവിടെ പ്രശ്നമായിരുന്നു, അതുപോലെ തൃശ്ശൂരിൽ പ്രശ്നമായിരുന്നു. ഇപ്പോഴിതാ കൊല്ലത്തും മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ കോൺഗ്രസ് തന്നെ കൈവശം വച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ മനോജ്? തീർച്ചയായും ഈ മുന്നണിക്കുള്ളിലെ തർക്കം രൂക്ഷമാകുമ്പോഴും കോൺഗ്രസ് തന്നെയാണ് ഈ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുക എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ മേയർ സ്ഥാനത്തേക്ക് ഹഫീസും അതോടൊപ്പം തന്നെ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള ആളായിരുന്നു, അതായത് ആരാണ് ഡെപ്യൂട്ടി മേയർ ആകുമെന്നുള്ള ഒരു ചർച്ചയായിരുന്നു തുടർന്നിരുന്നത്. ലീഗും RSPയും ഈ ഡെപ്യൂട്ടി മേയർ സീറ്റിന് വേണ്ടിയുള്ള ഒരു തർക്കം, ആ ഒരു സ്ഥാനം ലഭിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. പലതരത്തിലുള്ള തർക്കങ്ങൾ അങ്ങനെ തന്നെ തുടർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ UDF യോഗത്തിൽ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. അത് മുന്നണിക്കുള്ളിലെ മറ്റു കക്ഷികളെ സംബന്ധിച്ചിടത്തോളം വലിയ അതൃപ്തിയാണ്. ലീഗും അതോടൊപ്പം തന്നെ RSPയും ഇക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവരെ കൂടെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമമാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുമെന്നുള്ള ഒരു കാര്യമടക്കം ഇപ്പോൾ UDF വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കോൺഗ്രസിന്, അതായത് കാൽനൂറ്റാണ്ടായി കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്ന കോർപ്പറേഷനിലാണ് UDFന് ഈ സീറ്റ് ലഭിച്ചത്. ഇവിടെ കൊല്ലം കോർപ്പറേഷനിലെ ഒരു ഭരണം ലഭിക്കുവാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മുന്നണിക്കുള്ളിലെ ഒരു തമ്മിലടി രൂക്ഷമാകുന്നതും പലതരത്തിലുള്ള ചർച്ചകൾക്ക് പിന്നീട് വഴിവെക്കുന്നതും. എന്തായാലും തങ്കശ്ശേരി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഉദയ സുകുമാരൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ കരുമാലിൽ സുകുമാരന്റെ ഭാര്യ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥാനത്തിന് വേണ്ടി RSPയും മുസ്ലിം ലീഗും പലതവണ അവകാശം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലും UDF യോഗത്തിൽ ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. ഘടകകക്ഷികളൊക്കെ വെട്ടിയൊതുക്കിയ ശേഷം കോൺഗ്രസ് തന്നെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനം വഹിക്കുമെന്നുള്ള കാര്യമാണ്, അതിനുവേണ്ടി മത്സരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും തർക്കം തന്നെ തുടരുകയാണ്. കൊല്ലം കോർപ്പറേഷനിൽ ഘടകകക്ഷികളെ വെട്ടിയൊതുക്കി കോൺഗ്രസ്. RSPക്കും മുസ്ലിം ലീഗിനും ഡെപ്യൂട്ടി മേയർ സ്ഥാനമില്ല. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ കോൺഗ്രസ് തന്നെ കൈവശം വയ്ക്കും. മേയർ സ്ഥാനത്തേക്ക് AK ഹഫീസും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ ഉദയ സുകുമാരനും മത്സരിക്കാൻ ധാരണയായി. ഇന്ന് ചേർന്ന UDF യോഗമാണ് തീരുമാനം എടുത്തത്. മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.